സവാള ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. കപ്പിത്താനും മുങ്ങി കപ്പലും മുങ്ങി. നല്ല പരാജയമാണ് ഈ വാങ്ങി കഴിഞ്ഞിട്ടുള്ളത്. നല്ല പരാജയം. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാവരും പ്രതികരിക്കും, എല്ലാവരും പാർട്ടി പ്രതികരിക്കും, അദ്ദേഹം പ്രതികരിക്കും, എല്ലാവരും പ്രതികരിക്കും. എനിക്ക് അർജന്റായിട്ട് സ്ഥലം വരെ പോകാറുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. ജനരോഷത്തിന് ഇങ്ങനെ തകർന്നടിയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? എന്റെ എല്ലാ മാനവും പോയി. ഇത്ര ഭയാനകമായ എങ്ങനെ ചരിത്ര പരാജയമുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ വമ്പിച്ച ഭരണപരാജയമാണ്. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? മന്ത്രിമാർ തീരെ അപ്രാപ്തരും കഴിവ് കുറഞ്ഞവരും അതുപോലെ ജനങ്ങളെ വെറുപ്പിക്കുന്നവരും വരും. അനാവശ്യമായ പ്രസ്താവനകൾ നടത്തിയും അനാവശ്യമായി വെല്ലുവിളികൾ നടത്തിയും ഒക്കെ ആളുകളെ വെറുപ്പിച്ചു. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് കൂടാതെ സർക്കാരിന്റെ തനതായ ചില പരിപാടി, ലോക കേരള സഭ അല്ലെങ്കിൽ നവകേരള സദസ്, അതുമായി ബന്ധപ്പെട്ടുണ്ടായ രക്ഷാപ്രവർത്തനം ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാൻ ആ ബസിന്റെ മുമ്പിലിരിക്കില്ല, എന്റെ കൺമുന്നിലല്ലേ നടക്കുന്നത്. അതൊരു അക്രമമാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ ഞാൻ എടുത്തു. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ ജീവൻ രക്ഷാ രീതിയാണ് DYFIക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് ആ ഒരു എയർ കണ്ടീഷൻ ചെയ്ത ബസ് എടുത്ത് 140 മണ്ഡലങ്ങളിലും 21 മന്ത്രിമാർ പര്യടനം നടത്തുന്നു. അവർ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും മനസ്സിലാക്കുന്നു. അതും ചെയ്തില്ല. ചില സർക്കാർ സ്കൂളുകളുടെ മതിലിടിച്ചു എന്നല്ലാണ്ട് അതുകൊണ്ട് നാടിന് ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ പൗരപ്രമുഖന്മാരുടെ കൂടെ ഈ മന്ത്രിമാർക്ക് ശാപ്പാട് കഴിക്കാൻ, ഇവരുടെ കൂടെ കഴിക്കാനായിട്ട് അവർക്കും അവസരം കിട്ടി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, മനുഷ്യ സ്നേഹികളാണ്. അപ്പോൾ ഈ നാട്ടിലെ പ്രമുഖന്മാരല്ലാത്ത പൗരന്മാരുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ, നമുക്കൊക്കെ തോന്നുന്നത് ഹൃദയവികാരം എന്തായിരിക്കും, ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല, ഓരോ തവണ ഇവർ തോൽക്കപ്പെടുകയും ന്യായം പറയുകയും ക്യാപ്സൂളുകൾ ഇറക്കുകയും നമ്മുടെ കോമൺ സെൻസിനെ കോഞ്ചൽ കാണിക്കുകയും ചെയ്യും. ഭരണവിരുദ്ധ വികാരമാണെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അവരത് അംഗീകരിച്ചിട്ടില്ല. അതായത് പ്രകടമായി ഇതൊന്നുമല്ല, എന്നാൽ ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് കിട്ടിയ കൃത്യമായിട്ടുള്ള ചികിത്സയാണ്. അത് നല്ല ഡോസിന് തന്നെ കിട്ടി. അതുകൊണ്ടാണ് മിക്കവാറും മന്ത്രിമാർ തോറ്റുപോയത്. സ്വാഭാവികമായിട്ടുള്ള പരാജയമാണ്. അവർ അർഹിക്കുന്ന ഡോസിൽ കിട്ടിയോ എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. ഏതായാലും കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടി എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. സ്വയം ഒരു ബോധമുണ്ടല്ലോ, നന്നായി. നമ്മുടെ കാരണഭൂതർ അമ്പലപ്പുഴ പോയി വലിയ പ്രസംഗം നടത്തി, ഓർമ്മയുണ്ടോ? സുധാകരൻ ഇവിടെ RSSന്റെ BJPയുടെ ഒക്കെ പിന്തുണകൊണ്ടാണ് മത്സരിക്കുന്നത് എന്നൊക്കെ അമ്പലപ്പുഴയിൽ പോയി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. ഏതാണ്ട് 30% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ്. അവിടെ ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ്? പിണറായി വിജയൻ കിട്ടിയേക്കാളും കിട്ടിയേക്കാളും കൂടിയ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ ഇത് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന വ്യക്തമായൊരു സൂചനയുണ്ട്. അതെന്താ വെച്ചാൽ ഇതുപോലുള്ള ഉടായിപ്പ് പരിപാടികളൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഇവരുടെ ക്യാപ്സൂളുകൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യായീകരണ തൊഴിലാളികൾ നൽകുന്ന ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും ജനങ്ങളെ പറ്റിക്കാൻ പറ്റുകയില്ല. കുറച്ച് പേരെ എല്ലാ കാലവും പറ്റിക്കാം, എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം, പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുകയില്ല എന്ന കാര്യം ഈ ക്യാപ്സൂൾ നിർമ്മാതാക്കളും മറ്റുള്ളവർക്കും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അനർഹരായ ആളുകളെ അന്യായമായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരും, യോഗ്യതയുള്ള ആളുകളെ ഒഴിവാക്കുകയും അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ തേജോവധം ചെയ്യുകയും അവരെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണെങ്കിലും കായികമായിട്ടാണെങ്കിലും നേരിടുകയും അവരെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന രീതിക്ക് അവരുടെ മനസ്സിൽ ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഒരു മൂർത്ത രൂപമാണ് ഇലക്ട്രോണിക് യന്ത്രത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെയാണ് പിണറായി വിജയൻ വേദനിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള വേട്ട. അതുകൊണ്ട് തന്നെ ഇന്ന് മരുമകൻ ജയിച്ചത് നന്നായി എന്നാണ് പറയേണ്ടത്. കാരണം അദ്ദേഹം തോൽപ്പിച്ചത് ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റിനെ അല്ലായിരുന്നു, കോടാലി കയ്യെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് മരുമകൻ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ മൂല്യങ്ങളില്ലാത്ത, തൊഴിലാളി വർഗ മൂല്യങ്ങളില്ലാത്ത, ഇടതുപക്ഷ ധാർമ്മികതയില്ലാത്ത മാധ്യമങ്ങളെ വേട്ടയാടുന്ന, എല്ലാവരും ചൊൽപ്പടിക്ക് നിൽക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു മോശം മുഖ്യമന്ത്രി.
ആ മുഖ്യമന്ത്രിയുടെ ചിത്രം കാണിച്ചിട്ട് 80 വയസ്സായിട്ടുള്ള ആ മുഖ്യമന്ത്രിയുടെ ചിത്രം കാണിച്ചിട്ട് ഇവിടെ വേറെ ആരുമില്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്തോ കാര്യമായ അങ്ങേയറ്റത്തെ അപകടം സംഭവിച്ചിരിക്കുന്നു ഈ പാർട്ടി ഈ ഒരു മനുഷ്യന്റെ സ്വകാര്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി മാറ്റിയിരുന്നു. ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. 21 സംഭവിക്കേണ്ടുന്ന പരാജയമാണ് 26 സംഭവിച്ചത്. ഇത് ഈ ഒരു വ്യക്തിയുടെ പ്രസ്ഥാനത്തിന്റെ പരാജയമാണ്. കാരണം ഈ വ്യക്തിയെ കാരണഭൂതനാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് തിരുവാതിര കളിക്കാൻ പോകുന്ന ആ ഒരു നിലയിലേക്ക് അധപ്പതിച്ചു പോയിട്ടുള്ള ഇത് തന്നെയാണോ EMSന്റെയും നായനാരുടെയും VSന്റെയും ഒക്കെ പാർട്ടി എന്ന് നമ്മൾ അതിശയിച്ചു പോവുകയാണ്. നിഷേധമുണ്ട്, ഇവന്റെ നെഗളിപ്പുണ്ട്. ഇനി നിന്നെ ആ പഠിപ്പുര മുറ്റത്ത് കണ്ടുപോരുത്. അതായത് സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ വിട്ടിട്ട് ദരിദ്രന്റെ മക്കൾ എവിടെയും പഠിച്ചോളട്ടെ, സ്വയം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോയിട്ട് ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയുടെ ഭാര്യ ബയോപ്സി റിപ്പോർട്ട് കിട്ടാതെ 1 മാസം കാത്തിരുന്നിട്ട് മരിക്കുക. ഇത് തിരുവനന്തപുരത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സർക്കാർ ആശുപത്രി എങ്ങനെയും ആയിക്കോട്ടെ, എന്നിട്ട് ആരോഗ്യത്തിൽ നമ്മൾ വളരെ നല്ലത്, ലോകത്തിൽ ഒന്നാമത്, വളരെ നല്ലതല്ല, ലോകത്തിൽ ഒന്നാമത്, ആരോഗ്യ മേഖലയിൽ ലോകത്തിൽ ഒന്നാമത്, വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തിൽ ഒന്നാമത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ സ്റ്റാർ ക്യാമ്പയിനർമാര് ഒന്ന് പിണറായി വിജയനും മറ്റേത് വെള്ളാപ്പള്ളി നടേശനും ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു ദൃശ്യം നമ്മൾ മനസ്സിൽ വരുന്നത്, നാട് നീളെ മുഖ്യമന്ത്രിയുടെ പോസ്റ്ററുകൾ വെച്ചിരിക്കുകയായിരുന്നു. ഇവര് LDFന് വോട്ട് പിടിക്കാൻ വെച്ചതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ UDFന് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പോസ്റ്ററുകളെല്ലാം. അതുകൊണ്ട് ചെലവില്ലാതെ UDFന് ഇലക്ഷൻ പ്രചരണം നടത്താൻ കഴിയും. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അതിനെ സിംബോളിക്കായിട്ട് ഏറ്റവും നല്ലൊരു ചിത്രം എന്ന് പറയുന്നത് ഒരു ഫുട്പാത്തില് സ്വർണം കട്ടത് ആരപ്പ, ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞൊരു ചിത്രം നമ്മൾ കണ്ടു. ഫുട്പാത്തിൽ ഒരു ചെറിയ നോട്ടീസ്, അപ്പൊ മുകളിൽ വെച്ചിരിക്കുന്ന LDFന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ബോർഡിലേക്ക് നോക്കാനാണ് ഈ ആവശ്യപ്പെടുന്നത്. അത് വളരെ സിംബോളിക്കായിട്ട് എന്തായിരുന്നു ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ പ്രചരണം എന്നുള്ളത് കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സന്തോഷായി, നല്ല സന്തോഷമായി. മകളുടെ പേര് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട് വെറുതെ ഉന്നയിക്കപ്പെടുകയല്ല, അത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു സത്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അഴിമതിക്കെതിരായിട്ട് വലിയ കുരിശുദ്ധം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പരിഹാസപാത്രമാകുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വലിയ മരം വീണത് ഏറ്റവും അവസാനത്തെ വെട്ടുകാരൻ്റെ അവസാനത്തെ വെട്ടുകൊണ്ടാണ് എന്ന് പറയുന്ന പോലെയാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത് ഫലവത്തായി മാറിയത്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് വീട്ടിൽ പോയിരുന്നാൽ മതി എന്ന് സ്വാഭാവികമായിട്ടും പറയുമല്ലോ. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതിനൊന്നും പുള്ളിക്ക് യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന സമയത്ത് വിഷുവിനെ നോക്കുക, അദ്ദേഹത്തിന്റെ മുഖത്തെ ഒരു ക്ഷീണം, അദ്ദേഹത്തിന്റെ പാരവശ്യം, പ്രായാധികവും അനാരോഗ്യവും ഈ മനുഷ്യർ വേട്ടയാണ്. എന്നാൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് വേറൊരാൾക്ക് അവസരം കൊടുത്തെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് ചെയ്യുന്നില്ല. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. അനാരോഗ്യമൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മളെ സേവിക്കണമെന്നുള്ള ഒറ്റ ത്വര കൊണ്ട് പുള്ളി ഇത്ര നാൾ കടിച്ചു പിടിച്ച് സഹിച്ചാണ്. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയുന്നു, സഖാവേ കുറച്ചു കാലം വിശ്രമിക്കൂ, ഇത്ര കാലം ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതല്ലേ, ഇനി മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കും, പാർട്ടിയിലും വേറെ ആളുകൾക്ക് അവസരം കൊടുക്കും, പൊതുസമൂഹത്തിലും വേറെ ആൾക്ക് അവസരം കൊടുക്കും. ഇപ്പൊ നമ്മളുടെ അവസരം നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചു മേടിച്ചു. ആദ്യമേ തന്നെ ഇറക്കി വിടാഞ്ഞത് എന്റെ തെറ്റ്. ഇന്ന് ഞാൻ ശരിക്കും തോറ്റു. 1982 തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടപ്പോൾ പോലും ഇത്രയും വലിയ ഇച്ഛാമം എനിക്ക് ഉണ്ടായിട്ടില്ല കുട്ടികളെ. छाती से